അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട് ലിറ്റിൽ സൗത്ത് എത്തി കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നത് അന്ന് നയഗ്ര പോയി ഓർമ്മയില്ല, പണ്ട് വീഡിയോ ഇട്ടപ്പോണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നത്. അപ്പം എല്ലാവരും ടയർഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇനി എന്തെങ്കിലും ഒരു വട്ടം ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ലിറ്റിൽ സൗത്ത് വന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് അന്ന് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടായിരുന്നേ. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഞാൻ ബൊഫേ ആയിട്ട് എടുക്കുന്നത്. KP അവരൊക്കെ ചിലപ്പോൾ വേറെ വേറെ ഡിഷായിരിക്കും എടുക്കുന്നത്. ഞാൻ എന്തായാലും ബൊഫേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ഫുഡ് ട്രൈ ചെയ്യാമല്ലോ. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ. ബൈ. സോ അപ്പോൾ നമ്മൾ എല്ലാവരും ബൊഫേ ആയിട്ടോ പറഞ്ഞു. നമ്മൾ പലതും മേടിക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഫിഷിൻ്റെ ഐറ്റം കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം $10-26 എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് റേറ്റ് അറിയില്ല, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അത്ര ഒന്നാണ്ടാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഒരുപാട് ഞാൻ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൊഫേ ഒഴിവാക്കേണ്ട. ഞാൻ എന്തായാലും ബൊഫേ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നേ. ഞാനിപ്പോൾ ഒന്നും എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മുടെ ഉപ്പിലിട്ട് പൈനാപ്പിൾ, ആപ്പിൾ, കുറേ അച്ചാർ, ചമ്മന്തിയും പച്ചടി വെച്ച സംഭവങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ ഉണ്ട് പേര് മുകളിലുണ്ട് കേട്ടോ. കാന്താരി സൂപ്പ് സൈഡിൽ നിന്നാ ഇതെന്നാണ് ഐറ്റം? ഗോബി 65 വെജ് സമൂസ, കോഴി പൊരിയൽ. ഇതെന്നാ കഴിച്ചല്ലേ? ഫിഷ്, അമ്മച്ചി ചില്ലി ഫിഷ്. ഇത് ഫുള്ള് മീനിൻ്റെ ഐറ്റംസ് ആട്ടോ. മീൻ, ചോറ്, മീൻ പൊരിച്ചത്. കേട്ടോ ഇതാ ഞാൻ പറഞ്ഞു എനിക്കിവിടെ പിന്നെയും പറഞ്ഞെന്ന് പറയാനുള്ള കാര്യം ഇതാ. മീൻ കറി, അത് കപ്പയാണെന്ന് തോന്നുന്നത്. സാലഡ്, ഇവിടെ ചിക്കൻ്റെ പാർട്സ് ഇരിപ്പുണ്ട്. ചിക്കൻ്റെ പാർട്സ്, മട്ടൺ സ്റ്റൂ, പൊടിമീൻ കറി, മുട്ട മറിച്ചതോ, പിന്നെ കപ്പ, മുട്ട മറിച്ചത്, കപ്പ തൊലിച്ചത് അല്ലേ, കപ്പയുണ്ട്, മീൻകറിയുണ്ട്. If you have any doubts bro, just ask me bro. Okay. ഇവിടെ വെജ് ബിരിയാണി, വെജ് കുറുമ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. തോരൻ, അവിയൽ, സാമ്പാർ, പനീർ ബട്ടർ മസാല. ഇത് കഴിച്ച് കഴിയുന്ന എപ്പോഴാണ് അറിയത്തില്ലേ. റാഫൂൾ, ഇത് മറ്റേ സ്വീറ്റ്സിൻ്റെ ഗുലാബ് ജാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്താണ് ഞാൻ ഈ കടയിൽ വരണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ഇത് തന്നെ കാര്യം. ദോശ, ഇതന്നെ കിട്ടി. വെള്ളയപ്പം, ഓംപ്ലേറ്റ് അല്ലേ ഇത്? ഓംപ്ലേറ്റ്, പിന്നെ ഫ്രഷ് അപ്പവും ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അവിടെ അതുണ്ട്. പഴങ്കഞ്ഞി, പുട്ട് ബിരിയാണി, ഇടിയപ്പം ബിരിയാണി, കപ്പ ബിരിയാണി, ഈ തട്ടുദോശ, വെള്ളയപ്പം, പഴങ്കഞ്ഞി. തട്ടുദോശയൊക്കെ ഇതായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. മുട്ടയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കി തരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡായിട്ട് തന്നെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യട്ടെ. എനിക്ക് വായിൽ വെള്ളം വന്ന് തുടങ്ങി, വിശന്നിട്ടാ. കഴിക്കട്ടെ. പയ്യെ നമുക്ക് കഴിച്ച് എങ്ങനെ പറയാം. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങും. അപ്പം ഓക്കെ, പ്ലേറ്റ് എടുത്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇത് ഓവറായിട്ട് പറയുമെന്നല്ല, സത്യത്തിൽ മീൻകറിയും കപ്പയൊക്കെ കണ്ട് വായിന്ന് ലിറ്ററലി വെള്ളം വന്നുകൊണ്ടിരിക്കുക. മീൻസ് ഈ ചോറ് ഞാൻ കഴിച്ച് നോക്കട്ടെ. മണമൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, സീനായിട്ടുണ്ടേ. മീൻസ് ഞാൻ കഴിച്ചു പോയിട്ട് പറയാം. അതായത് ചോറ് മീൻ കറിക്കകത്ത് മിക്സ് ചെയ്ത് ചോറ് വേപ്പി മസാല ഇട്ടിട്ട് മോനെ സീൻ. സീനായിട്ടുണ്ട് കേട്ടോ. മീൻ കറിയൊക്കെ സീനായിട്ടുണ്ടേ. ഇത് സ്കാർപ്പ് അല്ലേ വേപ്പി? അല്ല, ഇതെവിടെ? മിസ്സാക്ക് വരുവാണെങ്കിൽ ഈ സ്പോട്ട് ഒഴിവാക്കല്ലേ. ഫുഡ് കഴിക്കാണ്ട് ലിറ്റിൽ സൗത്ത് ഒഴിവാക്കരുത്. കിഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ട് വരാം. അടിപൊളി. ഞങ്ങളുടെ ഉമ്മച്ചിമ ഒരു മീനിൻ്റെ കറി ഉണ്ടാക്കും. മീൻസ് മീൻ മുളക് എണ്ണ മാത്രം ഒഴിച്ച് വെള്ളം ഒരുപാട് ഒഴിക്കാതെ ചട്ടിക്കകത്തിട്ട് പറ്റിച്ചിട്ട് അത് അടച്ചു വെക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കനലിട്ടിട്ട് ഇനി സുമ്മിയൊക്കെ വരുമ്പോൾ അത് തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കും. ആ സംഭവത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ. ഇപ്പം എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കുന്നത് എന്താ കറിയെന്ന്. ആ കറിയുടെ ടേസ്റ്റ് ഇത്. ഈ മീൻ പരിപാടിക്ക് കിഡിലുമായിട്ടുണ്ടേ. ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ.
കഴിച്ചു തീർത്തിട്ട് വരാം. ഇനി അടുത്ത എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല എരിവുള്ള കറി, കിണ്ണ സാധനം. ഫസ്റ്റത്തെ പ്ലേറ്റ് കാലിയാക്കി, ഫുള്ള് കാലിയാക്കി. ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നേരത്തെ എടുത്തത് തന്നെ എടുക്കണമെന്ന്. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ കോളിഫ്ലവർ ഇഷ്ടപ്പെട്ടെ. ഇത് അത് രണ്ടുമൂന്ന് സൈഡിൽ വെച്ചേക്കാം. ഒരു ഭംഗിക്ക് വെറുതെ ചുമ്മാ ഒരു കാണാൻ വേണ്ടി ഒരു രസത്തിന് ഇതെടുത്ത്. ഇത് പക്ഷേ ഒരു ഗുമ്മില്ല. പക്ഷേ ചിക്കൻ മൊത്തം ഞങ്ങളായിട്ട് എടുത്ത്. ഈ ചിക്കനിൻ്റെ അതിരുന്ന് മൊത്തം ഞങ്ങളാണ് എടുത്ത്. അത് തീർന്നു. ചിക്കൻ ഒരു ഭംഗിക്ക് ഇരുന്നോടെ, പാത്രത്തിനൊരു ചുമന്നുള്ള ഡിസൈനൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ. മീൻ ലാസ്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് ചിക്കൻ്റെ പാർട്സ് എനിക്കിഷ്ടമാണ്. ചിക്കൻ്റെ പാർട്സും കുറച്ച് 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 മതി, കുറച്ച് മതി. കുറച്ചും കൂടി കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. ബീഫ് കറി പോരെന്നാട്ടോ KP പറഞ്ഞത്. എന്നാലും എടുക്കാം. ഒരല്പം ബീഫ് കറി ആവാം. കുറച്ച് മതി, കുറച്ചേ കുടിക്കൂ. സ്റ്റൂ കൊള്ളാന്ന് പറഞ്ഞേ. മട്ടൻ സ്റ്റൂ ആണ് ഗൈസ്. എനിക്ക് മട്ടൻ ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ഞാൻ മട്ടൻ അത്ര ഫാനല്ലേ. മീൻ പീരെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് മീൻ വറ്റിച്ചത്, കൊടമ്പുളിട്ട മീൻ കറി. ഓക്കെ, അതെടുക്കാം. കൊടമ്പുളിട്ട മീൻ കറി. അമ്മീ കുറുകിയിരിക്കുന്നു ഗൈസ്. നിങ്ങളിങ്ങനെ നടന്നു 3 നേരം പണിക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചുട്ടും പൊരിച്ചൊക്കെ തിന്ന് നടന്നു. എപ്പോഴില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിക്കാം. ഓക്കെ, ഇത് മുട്ടക്കറി, മറ്റേ മുട്ടക്കുറുമയാണെന്ന് തോന്നിയത്. റൈസ് നമുക്ക് വേറെ പാത്രത്തിലെടുക്കാം. ഇതിൽ കറി മാത്രം എടുക്കാം. ഇതെന്നാ പിന്നെ ഇത് ഫുള്ള് വെജിറ്റേറിയനാണ്. എന്തിനാ നമ്മൾ വെറുതെ. ചിക്കൻ തീർന്നു, ചിക്കൻ റീഫിൽ ചെയ്യാൻ പറയായിരുന്നേ. നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇച്ചിരി റൈസ് എടുക്കാം. സാധാ റൈസ് വേണ്ട, കുറച്ച് വൈറ്റ് റൈസ്, കുറച്ച് മസാല പറ്റിയ, കുറച്ച് മതി. എന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് പോണ്ട, ഇവിടെ നിന്ന് എടുക്കാം. പൊറോട്ട ഇല്ല. അപ്പം എനിക്ക് അത്രയ്ക്ക് വലിയ ഫാനല്ല അപ്പത്തിൻ്റെ ഞാൻ. പക്ഷെ എന്നാലും ടേസ്റ്റ് നോക്കണമല്ലോ, ഇവിടം വരെ വന്നതല്ലേ. ഒരപ്പം വേണ്ട, ഓംപ്ലേറ്റ് എടുക്കാം. ഓംപ്ലേറ്റ് എടുക്കാൻ പാത്രം എക്സ്ക്യൂസ് മീ, പൊറോട്ട ഇല്ല കേട്ടോ. പിന്നെ അവിടെ ചിക്കനും ഇല്ല. അപ്പോൾ അത് അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഉള്ളത് നമുക്ക് സൈഡിൽ നിന്ന് തിന്നാം. ഓക്കെ, കഴിച്ചിട്ട് വരാമേ, എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ മീൻ നോക്കട്ടെ. ഈ മീൻ എന്തെങ്കിലും പറയാണ്ടോ ബേബി? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് വന്നത്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മീൻ കറിയും കൊള്ളാവേ. ഞാൻ പറയാം, எப்படி இருக்கு விஜய்? ஓகே, உண்மையா சொல்லு. Like potato, normal potato. It tapioca bro, kappa. You know tapioca? Kappa kirangu. Kappa kirangu, literally bro. Yes. How is the curry? Fish curry. Good? Yeah, that's what I'm saying bro. It's literally tastes like Kerala fish curry bro. This one also like
And for me, bro, personally, like I like big pieces, bro. What's that? It's also fish, but just good, perfect piece, bro. Like you want to eat more food. I think it's shark, bro. ചൂരക്കല്ലേ ഷാർക്ക് എന്നല്ലേ പറയുന്നത്? ചൂര അല്ലേ? ചൂര എന്നാ അല്ലേ? ചൂര ഷാർക്കാടാ. എന്തായാലും ചൂരക്കറിയാ. എല്ലാം ഒന്ന് തീർത്തിട്ട് വരാമേ. ഓക്കെ, കഴിച്ചിട്ട് വരാം. But I don't like mutton. Okay. Because mutton has that smell, bro. same, yeah. Yeah? But this thing, Is that good? it's mutton, bro. It tastes like cashew nut. Try it, bro. Anyway, we gonna pay, bro. So even if you gonna eat or not, take one piece, bro, and try it. Bro, it tastes so good, bro. Tastes like cashew nut white cream and some meat, bro. മുനെ മട്ടൺ സ്റ്റൂ കിണ്ണം മട്ടൺ സ്റ്റൂ കേട്ടോ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. കഴിച്ചിട്ട് വരാവേ. പൈസ കണ്ടുണ്ട് പ്രമാദം. Say the truth, bro. Like it or not? If you don't like It doesn't taste like mutton, but it's good. do you like it or not? Yeah. Bro, like I'm Didn't not expect. forcing you. No, bro. I'm not. Tastes good, I'm tired. I'm tired just now. Yeah, tired. He's just asking you to shut up. let me eat. That's it. Yeah, let him eat, man. എല്ലാരും കഴിക്കട്ടെ. അല്ലേലും കാണുള്ളൂ. അല്ലേലും നമ്മള് എല്ലാ വീഡിയോയിലും വായ കാണുന്നുള്ളൂ. ഈ കുറ്റപ്പെടലിന്റെയും Smells like curry. എനിക്ക് കണ്ടിട്ട് what's overrating? What's overrating? ചൂടാവില്ലേ? What's overrating? Overrating. എനിക്കറിയില്ല. നമ്മുടെ പ്രേമത്തില് നമ്മുടെ സാർ ചോദിക്കില്ലേ What's overrating? What's overrating? ചൂടാവില്ലേ പിള്ളേരോട്? What's overrating? ആദ്യം പറയണ എന്താണ്? Why Indian smells like curry? Why? Why? But why? But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? മറ്റേ പഴയ മുകേഷിന്റെ പടത്തിലില്ലേ? ഈസ് എ യൂട്യൂബർ, ബ്രോ. But why? ഈസ് എ യൂട്യൂബർ. ഇങ്ങനെയുള്ള ഊക്കലിന്റെ ഇടയിലാണ് നമ്മള് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഫണ്ണല്ല. ഞാൻ കഴിച്ചിട്ട് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിന്റെ ടേസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? കുറച്ച് ഓംപ്ലേറ്റ്, കുറച്ച് മതി, കുറച്ച് ഓംപ്ലേറ്റ് സ്റ്റൂവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത്രയ്ക്കേ ഉള്ളൂ. എന്നിട്ട് ആ രുചി മാറാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചിക്കൻ്റെ കറ കഴുകുക. ഇത്രയൊക്കെ ഉള്ളൂ. Eating spot on eating spot. Kodambagam side. എല്ലാരും തിരക്കില്ല. Speak about that. Whenever I have some memory, I will start talking about Chennai. So they won't let me. 293 വിനയ് ശ്രീനിവാസനാ. വിനയ് ശ്രീനിവാസൻ. എന്ത് പറഞ്ഞാലും അവൻ്റെ ഒരു ചെന്നൈന്ന്. Train number. ചെന്നൈ പഠിക്കണടാ ഇതിനാണ്. ഇങ്ങനെ പറയാം. എന്ത് പറഞ്ഞാലും നേരെ ചെന്നൈയിലോട്ട് പിടിയാ. ഞാൻ പറഞ്ഞു honestly. എന്താ അങ്ങനെ സാധനം? 11 എന്ത് ചെന്നൈ? കായംകുളം ചെന്നൈ. ചെന്നൈ പറ്റി മുതുകാളൊക്കെ എന്നെ തരും. എനിക്കെല്ലാം തരും. ഉനക്കെല്ലാം തരും. എനിക്ക് ചെന്നൈ പറ്റി ரொம்ப തരും. உனக்கு ஒன்றும் தெரியல. ரொம்ப தெரியும். உனக்கு சென்னை ரயில்வே ஸ்டேஷன் தெரியுமா? தெரியும். எங்க? சென்னை ജംഗ്ഷൻ. ശരിക്കും പേരങ്ങനെ ചെന്നൈ അപ്പുറത്ത് പിന്നെ സ്റ്റേഷനില്ല. ഫ്രണ്ടിലത്തെ ട്രെയിനിന് എഞ്ചിൻ എങ്ങോട്ട് പോകും കേപ്പി?
ഫ്രണ്ടിലത്തെ ട്രെയിൻ മുമ്പിലേക്ക് പോകും, പുറകില്? ബാക്കിലത്തെയും മുമ്പിലേക്ക് തള്ളും. അതങ്ങനെ ഒരു ട്രെയിനിന് 2 എഞ്ചിൻ ഒരു സൈഡിലോട്ട്. ട്രെയിൻ കൊണ്ട് റിവേഴ്സ് ഗിയർ. ഒന്നും ഞാൻ തള്ളുന്നുണ്ടല്ലോ ഇപ്പൊ. പുട്ടൊന്നുമില്ല, എന്നാ കഴിച്ചു ചേർത്തിട്ട് ഇരുന്നങ്ങ് തള്ളു അങ്ങ്. കുറച്ച് കഴിക്കത്തോളെ. അപ്പൊ അത് കഴിഞ്ഞപ്പം ഒരു ഇച്ചിരി ചോറ്, ഒരു ഇച്ചിരി ചിക്കൻ, ഒരു പപ്പടം, ഒരു ഇച്ചിരിയും കൂടെ മട്ടൺ സ്റ്റൂ, പകുതി പൊറോട്ട. മട്ടൺ സ്റ്റൂ. പിന്നെ ഏതാണ്ട് ഈ സാധനമൊക്കെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഡെസേർട്ട് കഴിക്കണം, അലുവ, ഇച്ചിരി ഫ്രൂട്ട്സ് കഴിച്ച്, പിന്നെ ഇച്ചിരി പായസോടെ കുടിച്ച്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കഴിച്ച് നമുക്ക് നിർത്താം. ഓക്കെ, കുറച്ചേ കഴിക്കുന്നുള്ളൂ. എന്തായാലും കഴിച്ചിട്ട് വരാവേ. ഒന്ന് നന്നായിട്ടൊന്ന് അനങ്ങി വയറ്റി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പം മെയിൻ ഡിഷ് കഴിഞ്ഞു, സൈഡിലോട്ട് കയറാൻ പോവാം. കുറച്ച് ആപ്പിള്, കുറച്ച് മാങ്ങ, കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിൾ, ഇച്ചിരി അലുവ, ഇച്ചിരി ഗുലാബ് ജാമുൻ, രസഗുള, പായസം, 2 തരം പായസം, അങ്ങനെ 1-2 ഐറ്റംസ്, ഇലയട, അതൊക്കെ ഒന്ന് കഴിച്ചത്. കുറച്ചേ കഴിക്കും. അതൊക്കെ പോയി കണ്ടിരാം കേട്ടോ. നീ ആയിട്ട് ഓരോ ട്രൈ ചെയ്യാൻ പോകുന്ന ഇത് ഓരോന്നായിട്ട് ട്രൈ ചെയ്തിട്ട്. ഓക്കെ, ഇന്നെല്ലാം ഇനിയിപ്പം ഈ പ്ലേറ്റിലോട്ട് വരും, അത് കണ്ടിട്ട് വരാം. അപ്പോൾ സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് നിർത്തുമെന്ന് കടക്കാർ വിചാരിക്കും, പക്ഷെ നിർത്തില്ല. പായസം കഴിച്ചിട്ടില്ല, 2 തരം പായസം ഇരിപ്പുണ്ട്. അപ്പം അതുകൂടെ കുടിച്ചിട്ട് നമുക്ക് നിർത്തിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, ഇതൊന്ന് കഴിച്ചിട്ട് വരട്ടെ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാതെ. ഓക്കെ, ഇത് പക്ഷേ ഒരു ഇച്ചിരി കട്ടിയായിട്ടിരിപ്പുണ്ട്, നമുക്ക് നോക്കാം. കുഴപ്പമില്ല, കഴിക്കാം. ഭയങ്കര സെറ്റപ്പൊന്നും പറയാനില്ല, കുഴപ്പമില്ല. കുരുങ്ങു മീനെ അതും കുഴപ്പമില്ലാന്ന് പറയാനുള്ളൂ. ഇത് സ്ട്രോബെറിയുടെ കേട്ടോ. ഇത് ഞാൻ അത്ര വലിയ ഫാനല്ല, പക്ഷേ എല്ലാം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞെടുത്തേ. അതും ഓക്കെ, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ കഴിക്കും. ആണോ ഇപ്പഴും നോക്കിയേ, നേരത്തെ താടി ഇരുന്ന് നോക്കുക. താങ്ക് യു KP. അപ്പം എന്തായാലും ഗുലാബ് ജാമുൻ കഴിക്കാം. ഉറപ്പാ വണ്ടി വെള്ളം കൊണ്ട് ഞാൻ താങ്ങും. ഇരുന്നുറങ്ങുമായിരിക്കും വണ്ടി എടുത്തോണ്ട്. അലുവ കഴിക്കാം, അലുവ. നിങ്ങൾക്ക് അതിലും എല്ലാം പേരും കൊടുത്ത് പോകണം അല്ലേ, ജീവനങ്ങ് എത്തും. അലുവയ്ക്ക് മധുരമില്ല. ബസ് ബുക്ക് ചെയ്തേണ്ടല്ലോ, ടോയ്ലറ്റ് സൗകര്യത്തോട് ഞാൻ പോകുന്നില്ല. ഇവനെന്തായാലും ഒട്ടാ എത്തും. അലുവയ്ക്ക് മധുരമില്ലേ? ആൾക്കാർക്കുള്ളതാണത്. എനിക്ക് തോന്നിയാണോ മധുരം കുറവുള്ളൂ. ഇതൊക്കെ കഴിച്ചിട്ട് മധുരം കുറവായിട്ട് തോന്നിയായിരിക്കും അല്ലേ? അലുവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലാന്ന് പറയാനുള്ളൂ. കേക്ക് നോക്കട്ടെ, ചോക്ലേറ്റ് കോക്കനട്ട് കേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാള് കേക്ക് നിൽക്കുന്നതിൽ നോക്കും, കുഴപ്പമില്ല, ഇത്രേ ഉള്ളൂ. വേണ്ടെന്ന് നോക്കും. അപ്പം എല്ലാം ഒന്ന് തീർത്തിട്ട് ഓടി വരാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ന് നമുക്കിപ്പോൾ തൽക്കാലം വിശ്വസിക്കാം. പായസം, സേമിയ ഉണ്ട്, അടപ്രഥമല്ലേ അത്? അടയല്ലേ? അടപ്രഥമൻ. ഇതും കൂടെ കുടിച്ച് നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാൻ തരും. ഓക്കെ, പായസം ഒന്ന് കുടിച്ച് നോക്കട്ടെ. എന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് പാർക്കിംഗ് വണ്ടി എടുത്ത് ഒരു 2 സ്ഥലത്തേക്ക് പോകുന്നില്ല. എന്റെ പാർക്കിംഗ് പോകണം. ഞാൻ പിന്നെ അങ്ങോട്ടേക്കില്ല കേട്ടോ, ഞാൻ പിന്നെ നേരെ പോവാ. അല്ല, ഇതുവരെ പാർക്കിംഗ് ആദ്യം. രണ്ടും കൊള്ളാം. ഇവര് പാർക്കിംഗ് ആദ്യം കഴിച്ചു തീർത്തോളേ. ഓക്കെ, ഇവിടെ കഴിക്കാൻ നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാനുണ്ടെന്നില്ലെങ്കിൽ നിർത്തി ബില്ല് അടയ്ക്കുക. കാണാം. സോ അപ്പം ഇതോടെ ശരിക്കും നിർത്തുക കേട്ടോ. ഒരു ഇറങ്ങിയാൽ ഞാൻ വഴി ഉപ്പിലിട്ട പൈനാപ്പിളും
ഒരു ഉപ്പിലിട്ട ആപ്പിളും. You wanna say something bro? How's the food? Good? സാപ്പിടുங்க ഉപ്പിലിട്ട ആപ്പിള്. പോരാ, വെളുത്തുള്ളി ടേസ്റ്റ്. എന്താ അത് പോരാ കഴിച്ചത്, അത് പോരാ. വെളുത്തുള്ളിയുടെ ചൊവയായി. അപ്പം ഇനി എത്രയായത് ഞാൻ പുറത്തിറങ്ങിയിട്ട് വരാം കേട്ടോ. സംഭവങ്ങളൊക്കെ പരിപാടിയൊക്കെ ഒതുക്കി കുറച്ചേ കഴിക്കത്തുള്ളൂ. എല്ലാത്തിനും കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ബില്ല് കണ്ട് എത്രയാണെന്ന് ഞാൻ പറയാവേ. പൈസ നമ്മൾ ലിറ്റിൽ സൗത്തിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ബില്ല് ഏതാണ്ട് പെർ പേഴ്സൺ $32 അടുത്തുണ്ടോ ടാക്സ് ഉൾപ്പെടെ. എന്ന് പറയുമ്പം നാട്ടിൽ വെച്ച് എത്ര ആവും? എത്ര 6, 12, 18 ഏതാണ്ട് 2000 രൂപ. കുഴപ്പമില്ല, നഷ്ടമില്ല. ഫുഡ് മോശമല്ലായിരുന്നു, എല്ലാം നല്ല ഫുഡായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. അത് മറ്റേ ഷുഗറിൻ്റെ അസുഖമുള്ള പ്രായക്കാർക്കുള്ള ഹോസ്പിറ്റലാണ്. ഷുഗർ പ്രഷറൊക്കെ അസുഖമുള്ളവരുടെ. അപ്പോൾ ഇവിടെ വന്ന് അതിനുള്ള ആയുർവേദ മരുന്നൊക്കെ കൊടുക്കുന്ന കടയാണ് ഷുഗർ ഡാഡി. അപ്പം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളപ്പോൾ പോവാ. ഇനിയിപ്പം വീട്ടിൽ ഇവിടുന്ന് നേരെ ഓട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 450 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ വണ്ടി എടുത്ത് ഓട്ടോ വരട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ എല്ലാവരും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ലോഗ്. ബൈ.